പിന്നെ hand operated augers. Two types of hand operated augers are in use as shown in figure 2. The depths of holes are manually limited to a maximum of 10 meters by this method. These augers are generally suitable for all types of soil above the water table, but suitable only in clay soil below the water table. Hand operated augers are not suitable in very stiff to hard clays nor in granular soil. ഇതൊക്കെ ജസ്റ്റ് കണ്ടീഷൻസ് മാത്രമാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഞാൻ പറയുന്നില്ല. മീൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ വെറും തിയറി ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. Power driven augers. In many countries, power driven augers continuous flight augers in most popular method for soil exploration for boring holes. The flight has sewer conveyor to being the soil to the surface. The method may be used in all types of soil, including sandy soils below the water table, but is not suitable if the soil is mixed with gravel, cobbles, etc. The central system of the auger flight may be hollow or solid. Holes may be drilled by this method rapidly into depths of 60 meter or more. Spacing of bores. അതായത് IS ഗൈഡ്ലൈൻസ്, ഈ ബോറിങ് നടക്കുന്നതിന് സ്പേസിങ്ങിന് ഗൈഡ്ലൈൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ സ്പേസിംഗ് of borings before an investigation begins, since it depends on the uniformity of the soil deposit. A preliminary estimate of the spacing is made. Spacing is decreased in additional data are necessary, and increased if thickness and depths of different strata appear about the same in all the borings. അതായത് നമുക്കൊരു ബേസിക് അസംഷൻ ഉണ്ടായിരിക്കും, ഈ പറയുന്ന ഇങ്ങനെ ഇവിടെ ഒരു ബോറും വെക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിക്ക് നല്ല വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഈ പറയുന്ന പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും വേരിയേഷൻ മീൻസ് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൂട്ടി നല്ല ഡിസ്റ്റൻസിലും എടുക്കും, ബിക്കോസ് വലിയ വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട്. Code of Practice of Subsurface Investigation for Foundation has made the following recommendations. For a compact building site covering an area of about 0.4 hectares, one borehole or a trial pit in each corner and one in the center should be adequate. അതായത് ഒരു ചെറിയ ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 0.4 ഹെക്ടേഴ്സ് ഉള്ള ലാൻഡൊക്കെയാണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ബോർ ഹോള് അല്ലെങ്കിൽ ഒരു ട്രയൽ പിറ്റ് എന്ന് പറയുന്നത് ആ ലാൻഡിൻ്റെ ഏതെങ്കിലും എല്ലാ കോർണറിലും ഓരോ ഹോൾ വെച്ച് ചെയ്താൽ മതിയാവും. ഫോർ സ്മോളർ regions, even one more borehole or trial pit in the center will suffice. Smaller and important buildings, അതായത് വേറെ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസൊക്കെ ഒരു കാരണവശാലും പൊളിഞ്ഞു വീഴാൻ പാടില്ലാത്ത എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നാലും, അപ്പോൾ അങ്ങനത്തെ കേസിൽ അത് ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ ഒരു ഫിഗർ കാണിച്ച പോലെ ഈ പറയുന്ന സെൻറ്ററിലും കൂടെ ഒരു ബോർഹോൾ ഉണ്ടാക്കും. സോറി സ്മോൾ ഹോപ്സ്, എനിക്ക് മാറിപ്പോയത് സ്മോൾ ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്മോളർ ഏരിയാസ് ആണെങ്കിൽ സെൻറ്ററിൽ മാത്രമേ നമ്മൾ ബോർ ഹോൾ ഉണ്ടാക്കത്തുള്ളൂ. എനിക്ക് നേരെ തെറ്റി മാറിപ്പോയതാണ്. സെൻറ്ററിൽ മാത്രമേ നമ്മൾ ബോർ ഹോൾ എടുക്കത്തുള്ളൂ. പിന്നെ വേറെ ഫോർ വെരി ലാർജ് ഏരിയാസ് കവറിങ് ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിഡൻഷ്യൽ കോളനീസ്, the geological nature of the terrain will help in deciding the number of boreholes or trial pits. Cone penetration test may be performed at every 50 meter by dividing the area in grid pattern or number of boreholes as trial pits decided by examining the variation of periodic penetration curves. അതായത് ഈ കോൺ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ മണ്ണിൻ്റെ അകത്തോട്ട് എത്രത്തോളം ഈ കോൺ, നമ്മൾ നേരത്തെ പോലെ STP പോലത്തെ ഒരു ടെസ്റ്റാണ്. ഒരു ലോഡ് വെച്ചിട്ട് ഹാമർ വെച്ചിട്ട് ഒരു കോണിനെ ഇടിച്ചിറക്കും. അത് വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് മണ്ണിൻ്റെ ഡെൻസിറ്റിയും മണ്ണിന് എത്ര ലോഡ് താങ്ങാൻ പറ്റുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യേണ്ട ഡിസ്റ്റൻസ്, അതായത് എത്ര സ്പേസിങ് നമ്മൾ യൂണിഫോം ആയിട്ട് ചെയ്യണം. അതായത് ഇവിടെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ അടുത്തത് എത്ര ഡിസ്റ്റൻസ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ എവറി 50 മീറ്റേഴ്സ് ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ പെനിട്രേഷൻ കർവ്സിനകത്തൊക്കെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ 50 മീറ്റേഴ്സിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഈ പറയുന്ന ഒരു ഹോൾ എടുക്കുന്നത് മറ്റേ ഹോൾ ടെസ്റ്റ് എടുക്കുന്ന സൈറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. The CPTs may be possible at sites having gravelly or boulderous strata. In such cases, geophysical methods may be suitable.
കോൺ പെൻട്രേഷൻ ടെസ്റ്റ് മേ ബി പോസിബിൾ അറ്റ് സൈറ്റ്സ് ഹാവിങ് ജനറലി ഈ പറയുന്ന ഗ്രാവലി അല്ലെങ്കിൽ ഈ പറയുന്ന ഉരുണ്ട കല്ല് അല്ലെങ്കിൽ മണ്ണിനേക്കാളും ചെറിയ കല്ലുള്ള ടൈപ്പ് സോയിലില്ലേ, ഈ പറയുന്ന എന്താ പറഞ്ഞാൽ നമ്മുടെ മിക്കവാറും ഒരുമാതിരി എല്ലാ ഗ്രൗണ്ട് ഇങ്ങനത്തെ ചെറിയ ഉരുണ്ട കല്ല് ടൈപ്പുള്ള സോയിലായിരിക്കും. അങ്ങനത്തെ സോയിലിനൊക്കെ കോൺ പെൻട്രേഷൻ ടെസ്റ്റ് നടക്കാൻ ചെയ്യുന്നത് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല, ബിക്കോസ് വാല്യൂസ് മീൻസ് കറക്റ്റ് വാല്യൂ കിട്ടാത്തതുകൊണ്ട്. ദ ഡെപ്ത് ഓഫ് ബോറിങ്സ് അക്കോർഡിംഗ് ടു IS ഇതൊക്കെ വിട്ടേക്ക്. ദ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ റിക്വയർഡ് depends upon the type of proposed structure, its total weight, the size, shape and deposition of the loaded area, soil profile and the physical properties of the soil that constitutes each individual stratum. Normally it should be 1.5 times the width of the footing below the foundation level. If a number of loaded areas are in close proximity, the effect of each is additive. In such cases, the whole area may be considered as a loaded and the exploration should be carried out up to 1.5 times the lower dimension. അതായത് ഏരിയ അനുസരിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞാൽ നോർമലി 1.5 ടൈംസ് ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് ഡെപ്ത് വരെ, അതായത് ബി എന്ന് പറഞ്ഞ വിഡ്ത്തിൻ്റെ ഫുട്ടിംഗ് ആണെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് ഡെപ്ത് വരെയെങ്കിലും നമ്മളിതിനെ കുഴിച്ചിട്ട് ബോർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇഫ് ദ നമ്പർ ഓഫ് ലോഡഡ് ഏരിയ ഇസ് ക്ലോസ്, ഇപ്പോൾ പൈലിൻ്റെ കേസിലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്പർ ഓഫ് പൈൽസ് ക്ലോസ് അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ അടുപ്പിച്ച് കോളംസ് ഫുട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ സച്ച് കേസ് ദ ഹോൾ ഏരിയ മേ ബി കൺസിഡേഴ്സ് ലോഡഡ്. എന്നിട്ട് ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ വാല്യൂ എന്ന് പറയുന്നത് ലോവർ width of the foundation into 1.5 times എന്നാണ് എടുക്കുന്നത്. In any case the depth to which seasonal variations affect the soil should be regarded as minimum depth of exploration. അതായത് മഴക്കാലത്ത് ഇപ്പോൾ വാട്ടർ ടേബിൾ കയറുകയോ ഇറങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കയറുകയോ ഇറങ്ങുകയോ വേരിയേഷൻ നടക്കുന്ന ഡെപ്ത് വരെയെങ്കിലും, ഫോർ എക്സാമ്പിൾ 10 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ ഡെപ്തിലാണ് ഇങ്ങനത്തെ ഒരു വേരിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഡെപ്ത് വരെയെങ്കിലും നമ്മൾ ഇത് കൺസിഡർ ചെയ്യണം. എന്തുവാണ് ബോറിംഗ് ആ ഡെപ്ത് വരെയെങ്കിലും ചെയ്യണം. ബട്ട് വെയർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് അഫക്റ്റ് ദി സോയിൽ ക്യാരക്ടറിസ്റ്റിക് ദിസ് ഡെപ്ത് മേ ബി മോർ. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ അടുത്തുള്ള ഇൻഡസ്ട്രി എങ്ങാനും ഈ പറയുന്ന മണ്ണിൻ്റെ അടിയിലോട്ട് വേറെ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവില്ല. അപ്പോൾ ആ ഡെപ്ത് വരെയെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. ഈ പറയുന്നതെന്ന് പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനുള്ള ഡെപ്താണ്. ജസ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. മീൻസ് ചുമ്മാ വായിച്ചു വിട്ടാൽ മതി, ബൈഹാർട്ട് പഠിക്കാനൊന്നും നടക്കില്ല. എക്സാമിന് പോയിട്ട് ചുമ്മാ മറന്നു പോകത്തേ ഉള്ളൂ. ബെറ്റർ ടു സ്കിപ്പ്. ചുമ്മാ ഇതെല്ലാം കൂടെ വായിച്ചിട്ട് മിക്കവാറും ചോദിച്ചില്ലെങ്കിൽ വെറും നഷ്ടം. അതൊക്കെ കൺസെപ്ച്വലി ആവശ്യമില്ലാത്ത സാധനം. അവർ നേരത്തെ പറഞ്ഞാൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് 1.5 ടൈംസ് ബി. ഈ ബി ആണ് വരുന്നതെങ്കിൽ 1.5 ടൈംസ് ബി. ഇപ്പോൾ അടുത്ത ഇതുവല്ലം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ടോട്ടൽ വിഡ്ത്ത്, അതായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ഇൻറ്റു 1.5 ആയിരിക്കണം ബോർ ഹോൾസ്. പിന്നെ നമ്പർ ഓഫ് ബോർ ഹോൾസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താൽ അതുകൊണ്ട് അത് വിട്ടു. പിന്നെ സ്റ്റേജസ് ഓഫ് സബ്സർഫസ് എക്സ്പ്ലോറേഷൻ. സബ്സർഫസ് എക്സ്പ്ലോറേഷൻ ആർ ജനറലി ക്യാരിഡ് ഔട്ട് ഇൻ 3 സ്റ്റേജസ്. റിക്കോണസൻസ് എന്ന് പറഞ്ഞാൽ സൈറ്റ് റിക്കോണസൻസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സബ്സർഫസ് എക്സ്പ്ലോറേഷൻ. അതായത് സൈറ്റ് പോയിട്ട് ഒന്ന് അന്വേഷിക്കുക എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ദിസ് ഇൻക്ലൂഡ്സ് a visit to the site and to study the map and other relevant records. It helps in deciding the future program of the site investigation, scope of work, methods of exploration to be adopted, types of samples to be taken, and the laboratory testing and in situ testing, on-site testing. Pinna preliminary exploration. The main aim of preliminary exploration is to determine the depth, thickness and extent. അതായത് ആദ്യത്തെ തന്നെ ജസ്റ്റ് സൈറ്റിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സാമ്പിൾ എടുക്കണം, എത്ര സ്പേസിങ്ങിൽ നമ്മൾ ബോർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തപ്പുക. എവിടെയാണ് മീൻസ് സ്ട്രക്ചർ വരുന്നത്, അപ്പോൾ എവിടെയൊക്കെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. ദ മെയിൻ എയിം ഓഫ് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ഇസ് ടു ഡിറ്റർമൈൻ ദ ഡെപ്ത്, thickness, extent and composition of each soil stratum at the site. The depth of bedrock and the groundwater table is also determined. അതായത് ഈ പറഞ്ഞ തിക്നെസ് ഓരോരോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സോയിൽ ബോർ ചെയ്തിട്ടാണ് സാമ്പിൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ദ ഡെപ്ത് ഓഫ് ബെഡ് റോക്ക് ആൻഡ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇസ് ഓൾസോ ഡിറ്റർമൈൻഡ്. അതായത് അടിയിലുള്ള റോക്ക് എത്ര ഡെപ്തിലുമാണ്, പിന്നെ വാട്ടർ ടേബിളിൻ്റെ ഡെപ്തൊക്കെയും ആ പ്രിലിമിനറി എക്സാമിനേഷനിൽ കണ്ടുപിടിക്കും. The preliminary explorations are generally in the form of few borings or test pits. The tests are conducted with
cone penetrometers and sounding rods to obtain information about the strength and compressibility of soil. അതായത് ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് സോയിലിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതാണ് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ എക്സ്പ്ലോറേഷൻ. ദ പേർപ്പസ് ഓഫ് ഡീറ്റെയിൽ എക്സ്പ്ലോറേഷൻ ഇസ് ടു ഡിറ്റർമൈൻ ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. അതായത് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന പോലെ ഷിയർ സ്ട്രെങ്ത്ത്, പിന്നെ വോയിഡ് റേഷ്യോ, ഡെൻസിറ്റി, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിക്കുക. കോഴ്സീവ്നെസ് ഒക്കെ കണ്ടുപിടിക്കുകയാണ്. It includes an extensive boring program, sampling and testing of the samples in laboratory. Field tests such as vein shear test, plate load test, and permeability tests are conducted to determine the properties of the soil in natural state. The tests for determination of dynamic properties are also carried out if required. For complex projects involving heavy structures such as bridges, dams, multi-story buildings, it is essential to have detailed explorations. However, for small projects, especially at sites where the strata are uniform, detailed investigations may not be required. Okay. The design of such projects are generally based on the data collected during reconnaissance and preliminary exploration. അതായത് ഈ പറയുന്ന ഈ ഡീറ്റെയിൽ എക്സ്പ്ലോറേഷൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ റെക്കോണസൻസിലും പ്രിലിമിനറി എക്സ്പ്ലോറേഷനിലും വെച്ചിട്ടുള്ള ഡാറ്റയുടെ ബേസിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് however for small projects especially side where ഈ പറഞ്ഞ പോലെ സ്മോൾ പ്രോജക്ട്സിന് ഈ ഡീറ്റെയിൽ മീൻസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ അധികം ലോഡും അല്ലെങ്കിൽ അധികം ഏരിയ ഒന്നും ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ പറയുന്ന പോലെ അങ്ങനെ വലിയ ലോഡ്സ് വരാത്തതുകൊണ്ട് സെറ്റിൽമെൻറ്റ് വാല്യൂയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ കുറവാണ്. അതൊക്കെയാണ് പറയുന്നത്. വായിച്ചാൽ മനസ്സിലാകാനുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീജിയൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Reconnaissance. The information about the following features is obtained in reconnaissance: the general topography of the site, the existence of drainage ditches, and the dumps of debris and sanitary filth. അതായത് സൈറ്റിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഡിച്ചസോ അല്ലെങ്കിൽ ലാൻഡ് ഫിൽസോ എല്ലാം നടന്നിട്ടുണ്ടോ, അടിയിലുള്ള മണ്ണ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതൊക്കെയാണ് റെക്കോണസൻസ് ഉദ്ദേശിക്കുന്നത്. ദി എക്സിസ്റ്റൻസ് ഓഫ് സെറ്റിൽമെൻറ്റ് ക്രാപ്സ് ഇൻ ദ സ്ട്രക്ചർ ഓൾറെഡി ബിൽറ്റ് നിയർ ദ സൈറ്റ്. അതായത് അടുത്തുള്ള സ്ട്രക്ചറിൽ സെറ്റിൽമെൻറ്റ് കാരണം എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ അതൊക്കെയും. എവിഡൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, ക്രീപ്പ് ഓർ സ്ലോപ്പ് ആൻഡ് ശ്രിങ്കേജ് ക്രാക്സ്. അതായത് നേരത്തെ അവിടെ ലാൻഡ് സ്ലൈഡ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ മണ്ണിൽ ഈ പറയുന്ന വാട്ടർ ശ്രിങ്കേജ് ലിമിറ്റ് കാരണം മണ്ണിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ശ്രിങ്കേജ് ക്രാക്സ് വരുന്നുണ്ടോ, പിന്നെ ക്രീപ്പ് ഓഫ് സ്ലോപ്പ്, അതായത് സ്ലോപ്പ് ചെറുതായിട്ട് ഇച്ചിരി നീങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ. ദ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് സോയിൽ ആസ് ഒബ്സർവ്ഡ് ഫ്രം ഡീപ്പ് കട്ട്സ് നിയർ ദ സൈറ്റ്. അതായത് സോയിലിൻ്റെ ഡിഫറെൻറ്റ് ലെയറിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതെന്ന്. അതായത് ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ഒക്കെ തിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്തുള്ള ഒരു ഇപ്പോൾ പറയുന്നൊരു കട്ട് അല്ലെങ്കിൽ സോയിലൊരു എന്താ പറയുക, ഒരു സോയിൽ എവിടെയെങ്കിലും മീൻസ് ഒരു വലിയ മീൻസ് എവിടെയെങ്കിലും മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഴി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അതൊക്കെ നോക്കുക. അതൊക്കെയാണ് ഈ റിക്കോണസൻസിനകത്ത് പെടുന്നത്. ബാക്കിയുള്ള അറിയുന്നത് ദ ലൊക്കേഷൻ ഓഫ് ഹൈ ഫ്ലഡ് മാർക്സ് ഓൺ ദ നിയർ ബൈ ബിൽഡിങ്സ് ആൻഡ് ബ്രിഡ്ജസ്. അതായത് അവസാനമായിട്ട് അവിടെ ഫ്ലഡ് വന്ന സമയത്ത് ഏത് ഹൈറ്റ് വരെ വെള്ളം പൊങ്ങി, അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം എവിടം വരെ പൊങ്ങും അല്ലെങ്കിൽ ഫ്ലഡ് വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് എത്രത്തോളം വാട്ടർ പ്രഷർ അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷറൊക്കെ അതിൽ ആക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഫ്ലഡ് വന്ന സമയത്ത് തന്നെ നമുക്ക് സൈറ്റ്, അതായത് ഒരു സൈറ്റിലെ സോയിൽ പ്രോപ്പർട്ടീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം വെള്ളം ഫ്ലഡ് പൊങ്ങിയിട്ട് ഈ മതിലിൽ ഒരു ഹൈറ്റ് വരെ നമ്മളിങ്ങനെ ചെളിയുടെ പാട് കാണും. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഏത് ഹൈറ്റ് വരെ വെള്ളം പൊങ്ങി. അപ്പോൾ അതനുസരിച്ചിട്ട് സോയിലിൻ്റെ എഫക്റ്റീവ് പ്രഷർ അല്ലെങ്കിൽ വെള്ളം പൊങ്ങുന്നതുകൊണ്ടുള്ള പോർ വാട്ടർ പ്രഷറും എഫക്റ്റീവ് പ്രഷറും ടോട്ടൽ പ്രഷറൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് കിട്ടും. ദ ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ആസ് ഒബ്സർവ്ഡ് ഇൻ ദി വെൽസ്. അതായത് അടുത്തുള്ള കിണർ നോക്കാൻ പോയാൽ അതായത് ജസ്റ്റ് സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ ഡാറ്റ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കിണർ നോക്കാൻ പോയി വാട്ടർ ടേബിളിൻ്റെ ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. ദി എക്സിസ്റ്റൻസ് ഓഫ് സ്പ്രിംഗ്, സ്വാംസ് എക്സെട്ര അറ്റ് ദ സൈറ്റ്. ദ ഡ്രെയിനേജ് പാറ്റേൺ എക്സിസ്റ്റ് അറ്റ് ദ സൈറ്റ്. ദ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ existing at the site. The type of vegetation gives the clue of nature of soil. അതായത് മണ്ണ് എത്രത്തോളം നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. The existence of underground water table remains water mains, power conduits etc. ഓക്കെ, മനസ്സിലാകുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ ഈ മൊഡ്യൂൾ 6 എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറയാനേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് ഞാൻ റെക്ടിഫൈ ചെയ്ത് ഓഡിയോ വേറെ ഇട്ടാക്കാം.